ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കിയും പിന്നെ അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതെ, അർജുൻ ഇടപെടണ്ട, ഗൗതം ഏതോ ഒരു ഡ്യൂട്ടിയുടെ കാര്യമായിട്ട് പോവുകയാണ്. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി എന്നും അർജുൻ ചോദിക്കുക. അത് പിന്നെ രാത്രി എന്തോ ആരോ ഒന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചായിരുന്നടാ, എനിക്ക് പോയേ പറ്റൂ. ഗൗതമേട്ടനെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല, ഇന്ന് ഒരു ഡ്യൂട്ടിക്കും ഗൗതമേട്ടൻ പോകണ്ട എന്നും പറഞ്ഞ് അർജുൻ വാശി പിടിക്കുക. ഇത് കേട്ടതും അർജുൻ, അതിൽ അർജുൻ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് എന്തോ സംശയം തോന്നി. പിങ്കി കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്ന് നന്ദയ്ക്ക് സംശയം തോന്നിയതുകൊണ്ട് നന്ദയും പറയുക, അതെ ഗൗതം സാർ എങ്ങോട്ട് പോകണ്ട എന്നൊക്കെ. ഇത് കേട്ടതും എന്നാൽ ശരി, നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഞാനിനി പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയും കൂട്ടി അങ്ങ് പോവുക. എല്ലാം തോലഞ്ഞല്ലോ, ഇനി ഇപ്പം എന്താ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അർജുൻ, എന്താ പിങ്കി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എൻ്റെ മുഖത്തിന് എന്താ കുഴപ്പം? ഇല്ല, നിന്റെ മുഖത്തിന് എന്തോ ഉണ്ട്, നീ പറ, എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. നീ എന്തിനാ ഗൗതമേട്ടനോട് നീ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞത്? ഞാൻ ഇപ്പോഴല്ലേ പട്ടാളക്കാരനല്ലാത്തത്, മുമ്പ് പട്ടാളക്കാരനായിരുന്നല്ലോ. ദേ അർജുൻ, ഞാൻ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങ് പോവുക. പിങ്കി അങ്ങ് പോയി കഴിഞ്ഞെന്ന് അർജുൻ എന്തോ ഒരു കാര്യം ഇവിടെ ഒപ്പിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അർജുനേട്ടനെ ഈ സമയത്ത് എങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള ഉദ്ദേശം, ഗൗതമേട്ടനെ ഈ സമയത്ത് എങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള ഉദ്ദേശമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അർജുനും അങ്ങ് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയെയും പിന്നെ ഗൗതമിനെയാണ്. രണ്ടുപേരും പ്രണയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അർജുൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം നന്ദയുടെ കണ്ണിലേക്കും നന്ദ ഗൗതമിൻ്റെ കണ്ണിലേക്കും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്ദയോട് ചോദിക്കുകയാണ്, എന്താ നന്ദ, നിനക്ക് നാണം വരുന്നുണ്ടോ? അത് പിന്നെ ഗൗതം സാർ, അതെ ഇവിടെ വലിയമ്മ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ താലോലിക്കാൻ വലിയമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നാ. എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കൊരു കുഞ്ഞുവാവേ വേണം. അത് കേട്ടതും നന്ദയ്ക്ക് ഭയങ്കര നാണമായി. നാണത്തോടെ നന്ദ ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ സമയം പിന്നീട് പിങ്കിയാണ് കാണിക്കുന്നത്. പിങ്കി നേരെ അടുക്കളയിലേക്ക് പോവുക. അങ്ങനെ അവരെ സമാധാനത്തോടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ഗൗതമിനെ അവൾ തട്ടിയെടുത്തതാ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഗൗതം എനിക്കുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും ഒരുമിക്കാൻ അനുവദിക്കരുത്. എൻ്റെ ഗൗതമിൻ്റെ കുഞ്ഞിനെ എനിക്കാണ് വേണ്ടത്, അല്ലാതെ അവൾക്കല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിങ്കി അടുക്കളയിൽ പോയി നിന്ന് കുറേ നേരം ആലോചിച്ചു. ആ സമയത്ത് പിങ്കി ആലോചിച്ചത്, എന്തായാലും പാലിൽ മരുന്ന് കലക്കി കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഗൗതമും നന്ദയും അത് കുടിക്കും. പിന്നെ അവരുടെ ആദ്യ രാത്രി കുളമാവും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ പോത്തുപോലെ ഉറങ്ങിക്കോളും. അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആദ്യ രാത്രി, എന്ത് കുഞ്ഞുവാവ. എടി നന്ദേ, എന്തായാലും നീ നന്നായിട്ട് ഉറങ്ങണം. നീയും എൻ്റെ ഗൗതമും ഉറങ്ങണം. നിങ്ങൾ രണ്ടുപേരും പോത്തുപോലെ ഉറങ്ങിയാൽ ഞാൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറഞ്ഞ് പിങ്കി പാലെടുത്ത് കാച്ചുക. അതിനുശേഷം അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നേരെ അതിലേക്ക് ഇത്തിരി ഉറക്കഗുളിയൊക്കെ ഇട്ട് കലക്കി കൊടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് നമ്മുടെ അർജുൻ്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ, സോറി ആദ്യമായിട്ട് കാണുവാണേ. അപ്പോൾ അർജുൻ്റെ അനിയത്തി വന്നിട്ട് എന്താ ഇവിടെ? അതെ ഗൗതമിനും നന്ദയ്ക്കുള്ള പാലാ. അതിങ്ങ് തന്നേരെ, ഞാൻ കൊടുത്തോളാം. അവർക്കിപ്പം ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് വന്നതാ. അത് ശരിയാ, ആദ്യ രാത്രി പോകുമ്പോൾ പാല് കൊണ്ടുപോകാതെ എങ്ങനെയാണ് അവർ പോയത്? താ എന്തായാലും പിങ്കി ഇത് ആലോചിച്ചത് നന്നായി. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. ഇവിടെ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അലങ്ങതാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പാല് മേടിച്ചിട്ട് അങ്ങ് പോവുക. പാല് മേടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും പിങ്കി, എന്തായാലും ഞാനിതിൽ നിന്ന് രക്ഷപ്പെട്ടു. തന്നെ ഇവള് വന്നതിൽ വീണതാ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ട് ഇവളെ ആയിരിക്കും ഇനി എല്ലാവരും കുറ്റം പറയാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നന്ദയും ഗൗതം ഭയങ്കര റൊമാൻസിലാണ് ബെഡ്റൂമിനകത്ത്. അപ്പോഴത്തേക്കും ചെന്ന് കഥയും മുട്ടണം. അതേ അർജുൻ ഗൗതമേട്ട എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അപ്പോഴേക്കും വേണോ, വിളിക്കണോ? നേരെ ഇത്രയായില്ലേ, ഇനി അവരെ വിളിച്ചാൽ ശരിയാവോ? അങ്ങനെ അവരെ വിളിച്ചാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും തെറ്റിദ്ധരിക്കോ? വിളിച്ചാൽ ശരിയാവുമോ? വിളിക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കഥയിൽ തട്ടാൻ പോയിട്ട് തട്ടാതെ ആ പാല് മുഴുവനും അവരങ്ങോട്ട് കുടിക്കുക. കുടിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് റൂമിൽ പോയപ്പോഴത്തേക്കും അങ്ങോട്ട് മയങ്ങി വീഴുകയാണ്. ഈ സമയം
പിങ്കിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ കൊടുത്ത പാല് കുടിച്ച് ഗൗതമും നന്ദയും ഇന്നത്തോടെ ബോധം കെട്ട് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവർ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും എനിക്ക് സന്തോഷമായി. ഈശ്വരന്മാരെ, ഒരിക്കലും ഗൗതമ നന്ദയെ ഒരുമിക്കാൻ പാടില്ല. വലിയമ്മ ആഗ്രഹിക്കുന്നത് പോലെ, അമ്മായി ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും ഗൗതമിനും നന്ദയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ആ കുഞ്ഞ് ജനിക്കേണ്ടത് എനിക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം നേരം വെളുത്തതും ലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര സംശയം, മയങ്ങാനുള്ള കാര്യം എന്താണെന്നൊക്കെ. അപ്പോൾ പാല് പിങ്കിയോടൊന്ന് ചോദിക്കുക. ലക്ഷ്മിക്ക് കാര്യം പിടികിട്ടി, പിങ്കി അല്ലാതെ വേറെ ഒരാൾ ഇങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പോൾ ലക്ഷ്മി ഒന്ന് ചോദിക്കുക, അതെ എങ്ങനെയാ എൻ്റെ മക്കൾ ഇതായത് മയങ്ങിയത് എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇത്തിരി പാല് മാത്രമേ കൊടുത്തോളൂ. പിങ്കി, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. വെറുതെ പാല് കൊടുത്താലൊന്നും അങ്ങനെ ആരും ബോധം കെടില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. പറ, സത്യം പറ, എന്താ സംഭവിച്ചത്? ഗൗതമനും നന്ദയ്ക്കും നീ പാല് കൊടുത്തു വിട്ടു, ശരി തന്നെ. ആ പാലിനകത്ത് നീ എന്തെങ്കിലും കലക്കിയായിരുന്നോ? ഇല്ല, ഞാനൊന്നും കലക്കിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അത് കലക്കുന്നേ? എനിക്കതിൻ്റെ ആവശ്യം എന്താ? ആദ്യം മുതലേ നിനക്ക് ഗൗതമും നന്ദയും ഒന്നിക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ വലിയമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഗൗതമും നന്ദയും ഒന്നിക്കണമെന്നും അവരൊരുമിച്ച് സന്തോഷത്തോടെ എല്ലാ അർത്ഥത്തിലും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നും ആ കുഞ്ഞിനെ ഉള്ളം കൈ കൊണ്ട് താലോലിക്കണമെന്നൊക്കെ അത് പറഞ്ഞപ്പോൾ മുതൽ നിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. എനിക്കറിയണം എന്തോ സംഭവിച്ചിട്ടുണ്ട്. വെറുതെ പാല് കുടിച്ചാൽ അങ്ങനെ ആരും ബോധം കെട്ട് വീഴില്ല, ഉറങ്ങിപ്പോകത്തുമില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിക്കും എൻ്റെ ചേച്ചിയെ. മര്യാദയ്ക്ക് പറയാനല്ലേ പറഞ്ഞത്. അയ്യോ, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പിങ്കി അവിടെ നിൽക്കും. അപ്പോഴേക്കും വലിയമ്മായി അങ്ങോട്ട് വരികയാണ്. എന്താ ഇവിടെ പറ്റിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്, എന്തായാലും ഇവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും എൻ്റെ മക്കൾക്കൊരു കുഴപ്പം സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ദേഷ്യപ്പെടുക. എന്താ പറ്റിയ എല്ലാം ഇവളോട് ചോദിക്കും, ഈ പിങ്കിയോട്. ഇവളാണ് എല്ലാത്തിനും കാരണം. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മായി. എന്താ പറ്റിയെന്നെങ്കിലും പറ. എനിക്കറിയില്ല അമ്മായി, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നതല്ല, മനഃപൂർവ്വം ഓരോന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നന്ദയും ഗൗതമും ഒരുമിക്കാതിരിക്കാൻ വേണ്ടി ഇവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. പിങ്കി, എന്താ ഇവിടെ പ്രശ്നം എന്നും ചോദിക്കുകയാണ് അമ്മായി. എനിക്കറിയില്ല അമ്മായി, ഈ വലിയമ്മ വെറുതെ എൻ്റെ മെക്കിട്ട് കയറി വന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും ഗൗതമും നന്ദയും എല്ലാവരും വരികയാണ്. അതേ പ്രേക്ഷകരെ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ആരും മിസ് ചെയ്യരുത്. നമ്മുടെ നന്ദയും ഗൗതമും ഒന്നിക്കോ, അവർക്കൊരു കുഞ്ഞുമാവ ജനിക്കോ, അത് പിങ്കിക്ക് തോൽവിയായിരിക്കും എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.